ഹലോ ഗായ്സ്. അപ്പോൾ ഐ നോബഡി എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ നോബഡി മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഓക്കെ, അതിനുമുമ്പ് നമുക്ക് ആദ്യം മൂവിയുടെ ബാക്കി വശത്തിലോട്ട് വരാം. ഡയറക്റ്റഡ് ബൈ നിസാം ബഷീർ, നമ്മുടെ റോഷാൻ മൂവിയുടെ ഡയറക്ടറാണ്. സുപ്രിയ മേനോനാണ് പ്രൊഡക്ഷൻ. സമീർ അബ്ദുൾ റൈറ്റർ, ജേക്സ് ബിജോയ് ആണ് മ്യൂസിക്. പിന്നെ ബാക്കി സിനിമാറ്റോഗ്രഫി വേറെ ഏതുണ്ട്, ആക്ഷൻ. വാ, സൂപ്പർ സാധനമാണ് ആക്ഷൻ. ഓക്കെ, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പിന്നെ ഉള്ളത് കാസ്റ്റിലോട്ട് വരുമ്പോൾ പൃഥ്വിരാജ്, പാർവതി, ഹക്കീം ഷാ, വിജയരാഘവൻ, അശോകൻ, ഇവരൊക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്ന കാസ്റ്റ്. അപ്പോൾ ഇതിൽ IMDb കാസ്റ്റ് നോക്കിയപ്പോൾ അതിൽ ദിലീപ് കിടക്കുന്നു, ഗണപതി കിടക്കുന്നു, സ്വരാജ് കിടക്കുന്നു. ഇവരാരുമില്ല. ഓക്കെ, അപ്പോൾ മൂവിയിലോട്ട് വരാം. മൂവിയിലെ കുറേ ഗുഡ്സ് ആണ് നമുക്ക് ആദ്യം പറയാം. മൂവിയിലെ സിനിമാറ്റോഗ്രാഫി വളരെ നല്ലതായിരുന്നു, മികച്ചതായിരുന്നു. പിന്നെ ഉള്ളത് ആക്ഷൻ വാസ് ടോപ്പ് നോച്ച്. നമ്മളിങ്ങനെ അടിപൊളി സാധനം, രണ്ടിടി കൂടെ എന്ന് ആ ഒരു സംഭവം വരില്ല. അങ്ങനത്തെ ഒരു ആക്ഷൻ ഭയങ്കര രസമുള്ള ആക്ഷൻ ആയിരുന്നു. അത് 2-3 ടൈപ്പ് ആക്ഷൻസ് ഉണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് വെച്ച് 2-3 ഡിഫറെൻറ്റ് വേ ഓഫ് ആക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, പിന്നെ സ്ലോ മോഷൻ, എല്ലാം അടിപൊളിയായിരുന്നു. ആക്ഷൻ വാസ് സൂപ്പർ ടോപ്പ്. പിന്നെ നമ്മൾ പറയാൻ വേണ്ടി വലിയതുകൊണ്ട് ടെക്നിക്കാലിറ്റിയിൽ ബാക്കിയുള്ള ഡിറക്ഷൻ കൂടിയായിരുന്നു. മ്യൂസിക്, ജേക്ക് ബിജോയുടെ മ്യൂസിക് അത്യാവശ്യം ഹൈ സീൻസിലൊക്കെ വീട്ടിലും കുറച്ചുകൂടെ ആ ഒരു ഹൈ സംഭവം നമുക്ക് ഓൾറെഡി അതൊരു ഹൈ സീൻ ആണെന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുറച്ചുകൂടെ ബൂസ്റ്റ് വേണമല്ലോ. ആ സംഭവത്തിനൊക്കെ അടിപൊളി മ്യൂസിക് ആയിരുന്നു. ഭയങ്കരമായിട്ട് എല്ലായിടത്തും എടുത്തിട്ട് വന്നില്ല, പക്ഷെ ഇട്ട സ്ഥലത്തും ആ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് മൊമെൻ്റ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴാണ് സിനിമയിൽ അക്കപ്പാട് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പ്രശ്നമൊന്നുമല്ല, സിനിമ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയും സെക്കൻഡ് ഹാഫ് അതുകൊണ്ട് ഒരു ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലോട്ട് ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നണം ഇനിയിപ്പോൾ ഇതിൽ നിന്നൊരു അടിപൊളി സാധനം വരാം. ഇൻ്റർവെൽ ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലാകുമ്പോൾ നമുക്ക് തോന്നും ഇനി വേറെ ലെവലിലോട്ട് സിനിമ പോകും, അല്ലെങ്കിൽ വേറൊരു സംഭവം രീതിയിലോട്ട് പോകും. പക്ഷേ അതല്ല, അങ്ങനെയല്ല എൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് അവർ ബിൽഡ് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ബിൽഡ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ട് പോയി. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഒരു സെക്കൻഡ് ഹാഫിലോട്ട് പോയത്. ഇനി അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. പുള്ളിയുടെ ആ ഫിസിക്കൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് ആ ഒരു രസമുണ്ടായിരുന്നു. പിന്നെ പാർവതിയുടെ അഭിനയം സൂപ്പറായിരുന്നു. 2 കുട്ടികളുണ്ടായിരുന്നു അതിൽ, പൃഥ്വിരാജിൻ്റെ മക്കളായിട്ട് അഭിനയിക്കുന്നത്. 2 പേരും എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സും 9 വയസ്സും, 5 വയസ്സും 8 വയസ്സും ആ റേഞ്ചിൽ കാണിക്കുന്ന 2 പേരാണ്. 2 പേരും അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ 2 പേരുടെയും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. 2 അറ്റത്ത് നിൽക്കുന്ന ക്യാരക്ടറാണ്. ആ 2 പേരും അടിപൊളിയായിട്ട് ആ സംഭവത്തിനോട് നീതി വളർത്തിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അതിൽ കുറേ സീൻസിൽ നമുക്ക് തോന്നും അയ്യോ എന്നെ രസമുള്ള കുറിച്ച്, കുറേ സീൻസ് തോന്നി ഇപ്പോൾ എടുത്ത് വെള്ളത്തിൽ ഇട്ടാലോ, ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. അത്ര അടിപൊളിയായിട്ട് പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹക്കീം ഷായുടെ അഭിനയം നല്ലതായിരുന്നു. പുള്ളിയുടെ സൗണ്ട് മോഡുലേഷനൊക്കെ, സംസാരത്തിൻ്റെ വേക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ വാസ് ഓക്കെ. പക്ഷേ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ എന്തോ ഒരു അപാകത കുറേയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫിൽ അനാവശ്യം 2-3 സീൻസ് ഉണ്ടായിരുന്നു. ആ സീൻ എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയൊരു സാധനമുണ്ട്. പുള്ളിക്കാരി കൂടുതൽ പറയാൻ സ്പോയിലർ, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, ഇങ്ങനെ നേരെ ഓടെയാണ്. പുള്ളിക്ക് നേരെ ഓടിയാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷേ പുള്ളി ഒരു തവളത്തിൻ്റെ അകത്തൂടെ കയറി ഓടി. അത് കോളേജിനെ കാണിക്കാൻ വേണ്ടി എടുത്തതാണോ, അങ്ങനെ ഒരു സീനിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് അറിയൂടാ. എന്തോ ഓക്കെ, അത് കണ്ടപ്പോൾ തോന്നി എന്തിന് പുള്ളി അതിനകത്തോട്ട് ഓടി അതിലൊക്കെ ചാടി ഓടിയാൽ മേ ബി അവിടുത്തെ അവരെ ഒന്ന് ചാടി രക്ഷപ്പെടാനുള്ള ഒരു ഇതായിരിക്കും എന്തോ. പക്ഷെ അത് ഭയങ്കര വർക്കാവാത്ത പോലെ തോന്നി ആ ഒരു സീൻ. അല്ലാതെ ഓക്കെ. സിനിമ എന്തെങ്കിലുമുണ്ടെന്ന് വെച്ചാൽ സിനിമ ഒരു ആവറേജ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഗംഭീര ഫസ്റ്റ് ഹാഫും അതിനോട് നീതി പുലർത്താത്ത ഒരു ആവറേജ് സെക്കൻഡ് ഹാഫും എന്ന് പറയാനേ ഉള്ളൂ. കാരണം സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ച് വലിച്ചു നീട്ടി, കുറച്ച് പൊളിറ്റിക്സ് കയറ്റിയതിന് കുഴപ്പമില്ല, പക്ഷെ അത് വേറെ രീതിയായി ഒരു എന്ത് പറയുക, ഒരു പ്രതിഷേധമൊക്കെ കാണിച്ച് അങ്ങനെ ആ സിനിമയ്ക്ക് അത് ആപ്റ്റായിട്ട് തോന്നിയില്ല. പുള്ളിയുടെ ഒരു ക്യാരക്ടറിനും അത് ആപ്റ്റായിട്ട് തോന്നാത്ത പോലെ തോന്നി. എന്തായാലും മൂവി കണ്ടിരിക്കാം, അടിപൊളിയാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയി കിട്ടും. അങ്ങനത്തെ വലിയ പ്രശ്നമില്ല. കുറച്ച് ലാഗി ആയിട്ടൊരു സെക്കൻഡ് ഹാഫ്, കുറച്ച് ഡൗൺ ആയിട്ടൊരു സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫിൽ. ഇതാണ് സിനിമയിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഓവറോൾ ഇതാണ് മൂവിയെ പറ്റി എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് മൂവി കണ്ടിട്ട് ഇറങ്ങിയത്, അതുകൊണ്ടാണ് റിവ്യൂ ഈവനിങ് ആയിരിക്കും വരുന്നത്. മൂവി ഇനി
തൊട്ടടുത്ത് ഫസ്റ്റ് ഷോ മാക്സിമം തന്നെ ഞാൻ രാവിലെ തന്നെ ഇടാൻ ശ്രമിക്കും. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നതിന് കൂടെ നിങ്ങൾ എനിക്ക് തരേണ്ട ഒരു സഹായമുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം ഇനിയുള്ള ഇതുപോലുള്ള കൂടുതൽ മൂവി, അനിമെ, സീരീസ് ഇങ്ങനത്തെ എല്ലാ റിവ്യൂസിനും ഈ ചാനൽ ഫോളോ ചെയ്തേക്കുക. ഈ സാധനങ്ങളെല്ലാം ഇനി അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ടാവും. താങ്ക് യു, ബൈ.